എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഇഷ്ട സിനിമകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത് വാത്സല്യം എന്ന സിനിമയാണ്. 1993 ലോഹിതദാസ് കഥയും തിരക്കഥയും എഴുതി കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത സിനിമയാണ് വാത്സല്യം. മമ്മൂട്ടി, ഗീത, കവിയൂർ പൊന്നമ്മ, സിദ്ദീഖ്, കുഞ്ചൻ, അബൂബക്കർ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. കൊച്ചിൻ ഹനീഫ ഒരുപാട് സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഒരു സിനിമ അദ്ദേഹത്തിന് ഒരുപാട് പ്രശസ്തിയും പ്രശംസയും ഒക്കെ കിട്ടിയ ഒരു സിനിമയാണ്. സിനിമയുടെ ഒരു കഥാപശ്ചാത്തലം ഒരു ഗ്രാമീണ കർഷക കുടുംബത്തിൻ്റേതാണ്. വള്ളുവനാടും പരിസര പ്രദേശങ്ങളുമൊക്കെയാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. രാഘവൻ നായർ എന്ന കഠിനാധ്വാനിയായ ഒരു കർഷകനാണ് മമ്മൂട്ടി അതിൽ അവതരിപ്പിക്കുന്നത്. അച്ഛൻ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ട രാഘവൻ നായർ സ്വന്തം കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നു. പുറമേക്കൊരു പരുക്കനാണെങ്കിലും ഉള്ളിൽ ഒരു കുന്നോളം സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് രാഘവേട്ടൻ. അതിൽ കുഞ്ഞമ്മാമ എന്നൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മാവനായി അഭിനയിച്ച അബൂബക്കർ എന്ന നടൻ വളരെ ഗംഭീര പെർഫോമൻസാണ് അദ്ദേഹം. അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ മകളോടുമുള്ള സ്നേഹവും കരുതലുമൊക്കെ നമുക്ക് ചില സീനുകളിൽ കാണാം. അങ്ങനെ ഒരു സീൻ നമുക്ക് കാണാം. ഉരുക്കളക്ക് പുല്ലിട്ട് കൊടുത്തോടി. കൊടുത്തു. പുല്ലല്ല, വൈക്കോല്. വൈക്കോലോ? ഇന്നെന്താ പുല്ലരിഞ്ഞില്ലേ? ഇല്ല. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താ അവിടെ പണി? 3-4 പെണ്ണുങ്ങളുള്ള വീടാ. ഇത്തിരി പുല്ലരിഞ്ഞു കൊടുക്കാൻ ആർക്കും ഇല്ല സമയം. വൈക്കോല് ഇപ്പൊ വില എന്താണെന്നറിയോ? 3 നേരം ഉരുട്ടി വിഴുങ്ങണമെന്നല്ലാണ്ട് ഇവിടത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ആർക്കും അറിയണ്ടല്ലോ. പോത്തിനെ പോലെ പണിയെടുക്കാൻ ഒരുത്തനുണ്ടല്ലോ അവിടെ. ആരം വലിച്ചു വലിച്ചു തോറ്റു. മേടിച്ചിരിക്കാണ്ട് പൊയ്ക്കോ അപ്പുറത്ത്. പുല്ലരിയാൻ അവള് പോയതാ. പിന്നെന്താ, സൗകര്യം ഒത്തില്ലായിരിക്കും. അവിടെ ഒരു പാമ്പിനെ കണ്ടവള് പേടിച്ചു. അതുകൊണ്ട് ഞാനാ പറഞ്ഞേ ഇന്ന് പുല്ലരിയണ്ടാന്ന്. അത് പറഞ്ഞില്ലല്ലോ അവള്. പറയാനൊരു ഇട കൊടുക്കണ്ടേ? പറമ്പിലൊക്കെ നടക്കുമ്പോ സൂക്ഷിക്കണമെന്ന് പറയാവുള്ളൂ. എന്തേലും വന്നുപോയാൽ ഞാൻ തന്നെ ഓടണേ അതിനും. അതുപോലെ മറ്റൊരു രംഗമാണ് സ്വന്തം മകനെ പോലെയാണ് അനുജനെ കാണുന്നത്. അനിയനെ സ്വപ്നം കണ്ട രാഘവൻ നായർ അർദ്ധരാത്രി എണീറ്റ് എറണാകുളത്തിന് പോകും. പിറ്റേ ദിവസം രാവിലെ അയാൾ പരീക്ഷ എഴുതുന്ന ഹോളിൽ ചെന്ന് അദ്ദേഹത്തെ കാണും. ഞാൻ നിന്നെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുന്ന രംഗമുണ്ട്. അതേപോലെ അവിടെയുള്ള അധ്യാപകൻ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവൻ്റെ ഒരു അനിയനാണ് സാറേ, ഞാൻ കള്ളനോ കൊള്ളക്കാരനൊന്നുമല്ല, ഇവനെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നതാണ്, എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല, പാടത്ത് പണിക്കാരുള്ളതാണ് എന്നൊക്കെ പറയുന്ന രംഗങ്ങളൊക്കെ അത് ഗംഭീരമായി മമ്മൂട്ടി അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ കുഞ്ഞമ്മാമയുടെ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. അതുപോലെ കുഞ്ഞമ്മാമയോട് ചില നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടാണ് എറണാകുളത്തേക്ക് പോയത്. പാടത്തേക്ക് വെള്ളം തുറക്കണം, പിറ്റേ ദിവസം ഉഴണ്ടതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അദ്ദേഹം തിരിച്ചു വന്ന് പാടത്ത് നോക്കിയപ്പോൾ വെള്ളമില്ല. ആകെ കോപിഷ്ഠനായിട്ട് മമ്മൂട്ടി വരുന്ന രംഗമുണ്ട്. ദേഷ്യപ്പെട്ട് എവിടെയമ്മയെ കുഞ്ഞമ്മാമ എന്നൊക്കെ ചോദിക്കുന്ന രംഗമുണ്ട്. അതൊക്കെ കുഞ്ഞമ്മാമയാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ശരി വളരെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ആ ഒരു സീൻ നമുക്കൊന്ന് കാണാം. ഇവറ്റോടൊക്കെ അധ്വാനിച്ചു കൊടുക്കണം. എന്നെ വേണം അടിക്കാൻ. കുഞ്ഞമ്മാമ എന്തിയമ്മേ? എന്താടാ? കണ്ടത്തിൽ വെള്ളം തിരിച്ചിട്ടെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ ചെന്ന് നോക്കിയപ്പോ തുള്ളി വെള്ളമില്ല. ഇന്ന് വിശേഷമായി പുട്ടും കടലയും പപ്പടവും. കുഞ്ഞമ്മാമ, പാടത്ത് വെള്ളം തിരിച്ചോ? എന്താ കുന്തം ഉഴണ്ടതാണ്. പാടത്ത് വെള്ളം തിരിച്ചിടണമെന്ന് പറഞ്ഞിരുന്നു ഞാന്. എവിടെ? നെഞ്ചത്ത്. പാടത്ത് വെള്ളം തിരിച്ചോന്ന്. വെള്ള അല്ല മരം. കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ കേൾക്കാൻ ചെവിയില്ല. ചെവി അടഞ്ഞു പോയിട്ടാടാ. തല കറങ്ങിയിട്ട് ചെവിക്കൊരടപ്പും മേലാകൊരു വേദനയും ഒരു പനിക്കോളും. വായടഞ്ഞു പോയിട്ടില്ലല്ലോ, അതെന്നെ മഹാഭാഗ്യം. രാശനാഥ് ഇരിപ്പുണ്ടോ അപ്പോളെ നെറുകേലൊന്ന് തിരുമാൻ? തോറ്റു ഞാൻ. അതുപോലെ ഈ കുഞ്ഞമ്മാമയെ കേന്ദ്രീകരിച്ചിട്ടാണ് പിന്നെ കഥയുടെ പോക്ക്. കുഞ്ഞമ്മാമയുടെ മകളെ സ്വന്തം അനുജന് വേണ്ടി കല്യാണം ആലോചിച്ച് നിർത്തിയ ഒരാളാണ്. അനിയൻ പഠിച്ചു, വക്കീലായി. പഠിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസിനും നിലയ്ക്കും കുഞ്ഞമ്മാമയുടെ മകളെ പറ്റാതെ വരും. അങ്ങനെ മറ്റൊരു ആ സീനും നമുക്ക് കാണാം. നീ എന്ത് നന്ദികേടാണ് ഈ പറയണേ?
ഇക്കണ്ട കാലം മുഴുവൻ നിന്നെ സ്വപ്നം കണ്ടുകൊണ്ട് കഴിഞ്ഞൊരു പെണ്ണെ തഴഞ്ഞിട്ട് ആ ഭാഗ്യം നമുക്ക് വേണ്ട. നീ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ചിന്തിക്കരുതെന്നൊക്കെ പറഞ്ഞ നിന്റെ ലൈഫിന്റെ പ്രശ്ന ഏട്ടൻ അത് ആലോചിക്കണം. ലൈഫ്, ഈ ലൈഫൊക്കെ നിനക്ക് എങ്ങനെയാണ് ഉണ്ടായത്? ആ തന്തയുടെ മോളെ വസ്തു വിറ്റ പണമില്ലായിരുന്നെങ്കിൽ ഞാനും നീയൊന്നും ഈ സ്ഥാനത്തില്ല. പണ്ട് ചെറുപ്പത്തില് കളിയായിട്ട് എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ വേറെ അങ്ങനെ ഒരു വാക്കൊന്നും ഇല്ലല്ലോ. വാക്കില്ല. എന്തിനാടാ വാക്ക്? എനിക്ക് നിനക്കും അമ്മയ്ക്കും ഈ വീട്ടിലും നാട്ടിലൂടെ എല്ലാവർക്കും അറിയാലോ അവളെ നിനക്ക് വേണ്ടിയാ ജീവിക്കണമെന്ന്. പിന്നെ അതിനിപ്പോ വാക്കുടമ്പടിയൊക്കെ വേണം. ചെറുപ്പത്തിൽ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോ എനിക്ക് എന്റെ നിലയും വിലയും ഫ്യൂച്ചറും ഒക്കെ നോക്കണം. അഡ്വക്കേറ്റ് രാമൻകുട്ടി മേനോന്റെ സണ്ണിലാകാന്ന് പറഞ്ഞ എനിക്ക് കിട്ടുന്ന നിലയും വിലയും സോഷ്യൽ സ്റ്റാറ്റസും എന്താണെന്ന് അറിയോ? പണ്ടെന്നോ കുറച്ച് കാശ് തന്നെന്നും പറഞ്ഞ് ഇതൊക്കെ വേണ്ടെന്ന് വെച്ച് കുഞ്ഞമ്മയുടെ മോളെ കല്യാണം കഴിക്കണമെന്നാണ് ഏട്ടൻ പറയുന്നത്. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. ഇപ്പൊ നീ വക്കീലായിട്ട് എന്നോട് വാദിക്കണ്ടല്ലോ, അതിനുള്ള കഴിവുണ്ടാക്കിയത് ഇന്റെ വേർപ്പാ. നിനക്കെല്ലാം ഉണ്ടാവും, ദൈവം തരും. വന്ന വഴി മറക്കരുത്. തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷവും സമാധാനവുമാണ് വലുതെന്ന് കരുതുന്ന രാഘവൻ നായർ അനിയന് ഇഷ്ടപ്പെട്ട ആ കുട്ടിയെ പോയി കാണുന്നു, കല്യാണം നടത്തുന്നു. പക്ഷെ അതിനേക്കാട്ടിൽ വലിയൊരു വിഷമം രാഘവൻ നായരുടെ മനസ്സിലുണ്ട്. കാരണം സ്വന്തം അമ്മാവൻ്റെ മകൾ വിജയൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി വരുമ്പോൾ ഈ ഒരു കുട്ടി നമ്മുടെ തറവാട്ടിൽ കിടന്ന് വീർപ്പൂട്ടുന്നത് കാണാൻ എനിക്ക് വയ്യ എന്നൊക്കെ പറയുന്ന രംഗമുണ്ട്. അപ്പോൾ അതിനൊരു ഉപായം കാണുന്നത് സ്വന്തം പെങ്ങൾക്ക് വേണ്ടി ഉറപ്പിച്ച വരനെ കുഞ്ഞമ്മാമയുടെ മകളെ കല്യാണം കഴിപ്പിക്കുന്നതായിട്ടാണ്. ആദ്യം അനിയൻ്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞമ്മാമയുടെ കല്യാണം നടത്തുന്നു. അങ്ങനെ പെങ്ങളോടും ഇവരോട് രണ്ടാളോടും കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു ചർച്ച ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് ഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് കാണാം. തെറ്റോ ശരിയോ എനിക്കറിയില്ല. എന്നാ വല്യേട്ടന് ഇപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ പോവാ. ഇവളോട് കാണിച്ച് നെറുകേട് തിരുത്തണം. വിജയന്റെ കല്യാണത്തിന് മുമ്പ് നമുക്ക് ഇവളുടെ കല്യാണം നടത്തിവിടണം. അതിന് വല്യേട്ടന് മുമ്പിൽ ഇപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, മുകുന്ദൻ. വല്യേട്ടനോട് വെറുപ്പ് തോന്നരുത്. അയാള് സമ്മതിച്ചോ? സമ്മതിച്ചു. എന്റെ വാക്ക് വന്നിട്ടില്ല. പിന്നെന്തിനാ വല്യേട്ട എന്റെ അടുത്ത് പറയേണ്ട കാര്യം? നമുക്കത് ഉടനെ പറയണം. നിനക്ക് ആലോചിച്ച ചക്കനാ. നാളെ നീ എന്റെ നേരെ കഴിച്ചുകൊണ്ടിരുന്നല്ലോ. പേടിയാണ് മോനെ. വല്യേട്ടന് ഇപ്പൊ എല്ലാരും പേടിയാ. ഏട്ടാ, അനുസരണക്കേട് വിചാരിക്കരുത്. എനിക്കിപ്പോ ഒരു കല്യാണം വേണ്ട. ഞാനിവിടെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞോളാം. മോളെ, നിനക്ക് വിളിച്ചത് ഇതാണ്. നീ ഈ വീട്ടിനുള്ളിൽ ഗതി കിട്ടാത്ത ആത്മാവ് പോലെ അലയണത് എനിക്ക് കാണാൻ വയ്യ. ഏട്ടനോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ടന്റെ വാക്കിനായിരുന്നെന്ന് പറയരുത്. പറയോ? സുധയുടെ ആദ്യം നടക്കട്ടെ, പിന്നെ ആദ്യം നിന്റെ. അവളെക്കാൾ മൂത്ത നീയാ. ഏട്ടനെ നീ വേറെ ഒന്നുമല്ല. സുധേ, നള്ളിയെടുത്തുള്ള സ്വർണ്ണ ഉടുപ്പൊക്കെ താഴെ ഇരിക്കുന്നുണ്ട്. വല്യേട്ടന് 3 പോയി വാങ്ങിയതാ. ഇഷ്ടായ നോക്ക്. കരയാതെ ചെല്ലു കുട്ടിയെ. രണ്ടാളെയും കല്യാണം കഴിഞ്ഞു. കുഞ്ഞമ്മാമയും മകളുടെ ഭർത്താവും കൂടി പുറപ്പെടാൻ ഒരുങ്ങുന്നു. രാഘവൻ നായർക്ക് കണ്ടു നിൽക്കാനാവുന്നില്ല. പ്രത്യേകിച്ച് കുഞ്ഞമ്മാമയുടെ പോക്ക്. തൊട്ടപ്പുറ സൈഡ് കുഞ്ഞമ്മാമ ഇരുന്ന് മിണ്ടാട്ടമില്ല, ഒരേ ഇരിപ്പന്നെ. അപ്പം എന്താണെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞമ്മാമ പറയുന്ന രംഗമുണ്ട്. എനിക്ക് നിൻ്റെ ചാട്ടവും ചീത്തയൊക്കെ കേട്ട് ഇവിടെ കഴിഞ്ഞാൽ മതി, എനിക്ക് പോണ്ട എന്ന് പറയുന്ന രംഗമുണ്ട്. അപ്പോഴാണ് ആ രാഘവൻ നായരും കുഞ്ഞമ്മാമയും തമ്മിലുള്ളൊരു ബന്ധം നമുക്ക് മനസ്സിലാകും. പുതിയ പെൺകുട്ടി ആ കുടുംബത്തിലേക്ക് വന്നതോടുകൂടി കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറും. കലഹങ്ങളും പ്രശ്നങ്ങളും ഒന്നിനു പിറകെ ഒന്നായി വരുന്നു. പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ രാഘവൻ നായർ നോക്കുന്നുണ്ട്. അതുപോലെ സ്വന്തം പെങ്ങൾക്ക് മറ്റൊരു വിവാഹാലോചന വരുന്നു. അത് നടത്തിക്കൊടുക്കാൻ രാഘവൻ നായർക്ക് സാധിക്കുന്നില്ല. അനിയൻ്റെ ഭാര്യയുടെയും സഹായം ആവശ്യപ്പെടുന്നു. കൊടുക്കാമെന്ന് പറഞ്ഞവർ കല്യാണത്തിൻ്റെ അവസാന നിമിഷത്ത് കൈമലർത്തുന്നു. തീരുമാനിച്ചുറപ്പിച്ച കല്യാണം രാഘവൻ നായർ തന്നെ നടത്തുന്നതാണ് പിന്നെ കാണുന്നത്.
അപ്പോഴേക്കും കുടുംബക്കാരും അമ്മാവനും എല്ലാവരും വന്ന് രാഘവൻ നായരെ ചോദ്യം ചെയ്യുന്നു. നീ ഞങ്ങളോട് ചോദിക്കാതെ എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിക്കുകയാണ്. നീ വീടിൻ്റെ ആധാരം പണയപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്നും കൂടി കാണാം. നീ ഞാൻ എന്താ ചെയ്യണ്ടേ? എന്തായാലും നമ്മുടെ കുടുംബത്തെ മൂത്ത കാരണം ഒരു വല്യമാമ തന്നെയാണ്. വല്യമാമ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 8 കൊല്ലായി. എനിക്ക് എന്താ തന്നറിയാലോ? 15 പവൻ. ഇപ്പൊ സുധയ്ക്ക് കൊടുക്കാൻ പോണത് 50 പവനാ. കൊടുത്തോട്ടെ, ഒരു പരാതിയില്ല. എന്ന് വെച്ച് ഞങ്ങൾക്കെല്ലാം അവകാശപ്പെട്ട തറവാട് മാത്രം വിൽക്കാൻ പറ്റില്ല. വിറ്റൂന്ന് ആരാ പറഞ്ഞു നിന്നോട്? വിറ്റും പെറുക്കി ഈ കല്യാണം നടത്തുമെന്ന് പറഞ്ഞ് ആധാരക്കെട്ടും കൊണ്ട് മെനഞ്ഞാൻ ഇറങ്ങിപ്പോയതാ. ഞങ്ങളോട് ആരോട് ആലോചിച്ചിട്ടില്ല. ഇവനൊരാണല്ലേ, ഇവനോട് പോലും ഒരു വാക്ക് പറഞ്ഞില്ല. അത് ചെയ്യാൻ പാടില്ല. കുടുംബത്തിൽ സ്വന്തം ഇഷ്ടം മാത്രം നോക്കാന്ന് പറഞ്ഞാ അത് തെറ്റന്നെയാ. ഞങ്ങൾ എന്തിനു വേണമെങ്കിലും തയ്യാറാ. പക്ഷെ എന്നോടൊരു വാക്ക് ആലോചിക്കണ്ടേ വലിയ മാമ? വിൽക്കാനാണെങ്കിലും പണയം വെക്കാനാണെങ്കിലും ഞങ്ങളുടെ ഒക്കെ സമ്മതവും കയ്യൊപ്പും വേണം. അതാലോചിച്ചിട്ടില്ല. ആലോചിക്കേണ്ടൊന്നുമല്ല, അതിനൊക്കെ പല വഴികളും ഉണ്ട്. ഒന്നും അറിയാതെയല്ല. എന്നാ തോൽപ്പിക്കണം, അത്രയേ ഉള്ളൂ ഏട്ടന്. തലമുറ നെണ്ണ തേക്കില്ലടാ മോനെ. ഞാനേ തെറ്റോ ശരിയോ ഏതായാലും ഒരു അഭിപ്രായ വ്യത്യാസമായ നിലയ്ക്ക് ഭാഗം നടത്തന്നെയാ നല്ലത്. പിന്നെ പരാതിയില്ലല്ലോ. അതാ ഞാനും പറയണത്. എനിക്കിപ്പോ മണ്ണും ഭൂമിയൊന്നും അല്ല പ്രശ്നം. എന്റെ അനിയത്തിയാ, കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നം അത്. ആ വല്യമ്മാമ എപ്പോഴാ വന്നേ? കുറച്ചേരായി. എല്ലാരും ഉണ്ടല്ലോ. എന്താ പുതിയൊരു സഭ കൂടല്? ഇവർക്കൊക്കെ ചില പരാതികളുണ്ട്. ഓഹോ, അപ്പൊ കോടതിയാണ്. ആകപ്പിരിവായിരിക്കും അല്ലേ? ലേമേ, നീ ഇങ്ങോട്ട് വരിക, ഒരു കാര്യം സംസാരിച്ച് തീരുമാനിക്കാനുണ്ട്. എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് കഴിയട്ടെ ആദ്യം, എന്നിട്ട് വരാം. തേൽട്ടേക്ക് പൊയ്ക്കോളൂ. അച്ഛനും അമ്മയൊക്കെ ചത്തിട്ട് 5-6 കൊല്ലായില്ലേടി, പിന്നെന്തിനാ കരയണേ? സുധേന്തിയെ ഇവളുടെ മുഖം എന്താ വല്ലാണ്ടിരിക്കണേ? അവള് കരച്ചില് തന്നെയാ. കുടുംബത്ത് കലഹം ഉണ്ടാക്കിയിട്ട് ഈ കല്യാണം നടത്തണ്ടെന്നാ പറയണേ. ഒറ്റ വീക്കിയാൻ വെക്കും. കുടുംബത്തെ കാര്യമൊന്നും നീ നോക്കണ്ട. നീ നിന്റെ കുടുംബം ഉണ്ടാവുമ്പോ നോക്കിയാ മതി. വല്യേട്ടനെ എല്ലാരും ഒറ്റപ്പെടുത്തും. വല്യേട്ടനെ എല്ലാവർക്കും ഒറ്റപ്പെടുത്താം, പക്ഷെ വല്യേട്ടൻ ഒറ്റപ്പെടാൻ വയ്യല്ലോ. അതല്ലേ വല്യേട്ടന്റെ കുരുക്ക്. എല്ലാം ഉണ്ട്, പക്ഷെ 50 പവനില്ല. എന്ന് വെച്ച് കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല. നിനക്ക് അത്യാവശ്യമുള്ള പൊന്നുണ്ട്. ബാക്കി പൊന്നിന്റെ സമാധാനം ഏട്ടൻ ചെയ്തു. ദാ പോരെ. ആ ഇനി പ്രതികൂട്ടി കയറാം. വിസ്തരിക്കാം. വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം. ഏട്ടനെന്താ പരിഹസിക്കാണോ? ഞങ്ങളോട് ആലോചിക്കാതെ ഏട്ടൻ ചെയ്യണമൊന്നും ശരിയല്ല. ഞാൻ എന്ത് ചെയ്തു? എല്ലാവരോടും ആലോചിച്ച് തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത്. ഒടുവിൽ നീ എന്ത് ചെയ്തു? എന്നെ വഞ്ചിച്ചു. ഇനിയും ഞാൻ ചെയ്യുന്നോ നിന്നോട് ആലോചിക്കണോ? ആധാരം ബാധ്യതപ്പെടുത്തി പണം വാങ്ങിയില്ലേ? അതെന്നോട് ആലോചിച്ചോ? എല്ലാവരോടും കൂടെ വഞ്ചന. നിങ്ങളൊന്നും പറയണ്ട, ഞാൻ പറയാം. എല്ലാവർക്കും ഭാഗം പിരിയണമെന്നുണ്ട്, അത് നടത്തി കൊടുക്കണം. ഇനി ആധാരം ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ ഏൽക്കുകയും വേണം. അമ്മ എന്ത് പറഞ്ഞു? ഭാഗം നടക്കട്ടെ. എല്ലാരും തല്ലി പിരിയണേലും നല്ലത് അതന്നെയാ. നടക്കട്ടെ. വല്യമ്മാവ തന്നെ ഒന്ന് നടത്തി കൊടുക്കുക. എനിക്കിത് കാണാൻ വയ്യ. നടക്കട്ടെ. പിന്നെ നിങ്ങൾ ആരെയും ഞാൻ ബാധ്യതപ്പെടുത്തിയിട്ടില്ല. ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കെട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു. അല്ലാതെ നിങ്ങളാരെയും ഞാൻ വഞ്ചിച്ചിട്ടില്ല. അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. 10-20 കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ തന്നെയല്ലേ നോക്കി നടത്തണേ? അതിന് ആദായം നീ തന്നെയല്ലേ പറ്റണേ? ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ. ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും? ഇവൻ സ്വന്തം കാര്യം നോക്കാനല്ലല്ലോ, കുടുംബം നോക്കിയില്ലേ? എല്ലാരും വളർത്തി ഒരു നിലയിൽ എത്തിച്ചില്ലേ? അതൊക്കെ പറയുമ്പോ പറയാന്നല്ലാതെ കൃത്യമായിട്ടൊരു കണക്കുമില്ലല്ലോ. ഇല്ലമ്മേ, ഇല്ല. എന്റെ ഒരു കണക്കില്ല. എന്റെ അധ്വാനത്തിന് കണക്കില്ല, എന്റെ ജീവിതത്തിന് കണക്കില്ല. എല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് കണക്കുണ്ട്. എന്റെ അല്ല, ഈശ്വരന്റെ കയ്യിൽ. ആ കണക്കറിയാൻ നിങ്ങളുടെ പഠിപ്പ് പോരാ പോരാ. ആ കല്യാണം നടത്തിയതിന് ശേഷം, ആ കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിലാകെ അന്തരീക്ഷം മാറി. എല്ലാവരും സ്വത്തിനും ഭാഗത്തിനും വേണ്ടി അടിപിടി കൂടും, ബഹളം വയ്ക്കുന്നു. അതൊന്നും കണ്ടു നിൽക്കാനുള്ള ഒരു ശക്തി രാഘവൻ നായർക്കില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഭാര്യയോട്, കയ്യിൽ കിട്ടുന്ന എന്താ ചേട്ടത്തോ ഈ നിമിഷം ഇവിടുന്ന് ഇറങ്ങണം എന്നുള്ള രംഗമുണ്ട്. സാരല്ലമ്മേ, വിധിയാണ്, അത് അനുഭവിക്കണം. മാലതി, പുറപ്പെടാൻ ഒരുങ്ങിക്കോളൂ. എങ്ങോട്ടാന്നറിയില്ല, പോണം. ഇനി എന്റെ ആവശ്യമില്ല ഇവിടെ. ഞാൻ ആരുമല്ല ഇവിടെ. അമ്മയ്ക്ക് വരാം, പക്ഷേ ഇപ്പോഴല്ല, ഒരിക്കൽ. അപ്പൊ അമ്മയുടെ വേണം, അല്ലെങ്കിൽ ശോഭ ഒറ്റയ്ക്കാവില്ലേ? അമ്മ സമാധാനിക്കും, ഒക്കെ ശരിയാവും. വേഗം വേണം.
ഇനി ഒട്ടും വായിക്കണ്ട. പിന്നീട് അനിയൻ വരുന്നു. അനിയൻ തറവാട്ടിലേക്ക് കയറുമ്പോൾ ആ ഒരു ശൂകമുഖമായ ഒരു അന്തരീക്ഷമാണ്. കുട്ടികളുടെ ബഹളങ്ങളില്ല, തമാശകളില്ല, പൊട്ടിച്ചിരികളില്ല. അപ്പോഴാണ് താൻ ഒറ്റപ്പെട്ടു എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് രാഘവൻ നായരെ ദൂരെ ഒരു സ്ഥലത്ത്, ഒരു ഭൂമി പോലുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഓലപ്പുര വെച്ച് കെട്ടി പാറ പോലുള്ള മണ്ണിൽ തൂമ്പ കൊണ്ട് കളയ്ക്കുന്ന ഒരു കർഷകനെയാണ്. വെള്ളം വെയിൽ വെള്ളണ്ട് അകത്തേക്ക് പോടാ. അവൻ വെയില് കൊള്ളണ്ടോനാ? പഠിക്കട്ടെ മാലുവേ, ഇവളെ പഠിക്കട്ടെ. പാറ പോലെ ഇരിക്കണം അല്ലേ? കന്നി മണ്ണ തൂമ്പ കണ്ടില്ല, പക്ഷെ നനച്ചുണ്ടാക്കിയാലുണ്ടല്ലോ പൊന്ന് വിളയും, പൊന്ന്. എന്നിട്ട് ഈ കറുത്ത ചരടൊക്കെ ഒന്ന് മാറാം. ദേ ഉണ്ടുണ്ണി. വിജയൻ അന്വേഷിച്ച് വീട്ടിലാ വന്നേ. എന്താ വിശേഷം? ശപിക്കരുത് ഏട്ടാ. എന്താണ് എന്താ ഏട്ടൻ അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റൂടാ? ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട്. ഒക്കെ മറന്ന് ഏട്ടനെ എടുത്ത് എന്റെ കൂടെ വരണം. എന്നെ ഒറ്റപ്പെടുത്തരുത്. എനിക്ക് വീട് വേണ്ട, സ്വത്ത് വേണ്ട, ഒന്നും വേണ്ട. ഏട്ടനും എടുത്തി മക്കളോടെ ഉണ്ടായിരുന്നാ മതി. വേണ്ട മോനെ, ഇനി ഒരു മടക്കല്ല. പറ്റിപ്പിടിച്ചു നിന്നു പറിച്ചെടുത്ത പോലെയാ പോന്നേ. ഇനി വേണ്ട. ഏട്ടനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. പോതാ പുതിയ മണ്ണ് ഉണ്ടായിരുന്ന പൊന്നും പൊടിയെ കൊടുത്ത് വാങ്ങിയതാ. അതൊക്കെ ഇനി ഉണ്ടാവും. പണ്ട് ഇതുപോലൊരു ഭൂമിയായിരുന്നു നമ്മുടെ. നിനക്ക് ഓർമ്മ ഉണ്ടാവില്ല? കുത്തിക്കളിച്ചുണ്ടാക്കി. ഇവിടെ അതുപോലെയൊക്കെ ഉണ്ടാക്കണം. ഉണ്ടാവും. ഈശ്വരൻ ആരോഗ്യ ആയുസൊക്കെ തരാണെങ്കിൽ. അമ്മയോട് ഞാൻ ഏട്ടനെയും കൊണ്ടേ ചെല്ലൂ എന്ന് പറഞ്ഞിട്ടാ പോന്നു. അമ്മയോട് പറയാ, ഞങ്ങൾക്ക് ഇവിടെ സുഖാണ്. നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടായാലും ഏട്ടൻ വെളിപ്പുറത്തുണ്ടാവും. പോയിക്കോ, അമ്മ കാത്തിരുന്ന് വിഷമിക്കുണ്ടാവും. ഒരു ഗ്ലാസ് കാപ്പിയെങ്കിലും കുടിച്ചിട്ട്. വേണ്ട, പാലില്ലാത്ത കാപ്പി. കയറി ഒന്ന് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഒക്കെ ഉണ്ടാവും. അന്ന് വരണം, ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട്. മാസത്തിലൊരിക്കലെങ്കിലും ഏട്ടൻ വീട്ടിൽ വരണം. അങ്ങനെ കണക്കൊന്നും വെക്കണ്ട. എപ്പോഴാ വേണ്ടെന്ന് വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട്. ഇനി സന്തോഷമായിട്ട് ജീവിക്കുക. വലിയ വക്കീലാവണം. രാമൻകുട്ടി എന്നെക്കാട്ടിയും പേരും പണം ഉണ്ടാക്കണം. ഇവിടെ ഈ തമിഴന്മാരോടൊക്കെ ഏട്ടനൊന്ന് വീമ്പിളക്കാലോ. സമാധാനായിട്ട് പോ. നീ ഒന്നും ഒന്ന് പറഞ്ഞൂലോ, അതിൽ സന്തോഷമുണ്ട്. എല്ലാം നല്ലതിനാടാ, എല്ലാം നല്ലതിനാ. പോയിക്കോ. എടുത്തി, ഞാൻ ഇടയ്ക്ക് വരാം. ആ, ശോഭയോടും പറയൂ. എല്ലാ വിഷമവും മാറി. സന്തോഷായി എനിക്ക്. അവ വന്നൂലോ, എനിക്ക് അത് മതി.
പാവാവൻ ഒരു സാധു. ഈ പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും വരെ നന്ദി, നമസ്കാരം. ഈ സിനിമയിലെ ഒരു 4 വരി പാടിക്കൊണ്ട് ഞാൻ ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. അലയും കാറ്റിൻ ഹൃദയം അരയാ കൊമ്പിൽ തേങ്ങി ഓല പുടവത്തുമ്പിൽ പാടം കണ്ണീരൊപ്പി രാമായണം കേൾക്കാതയ പൊന്മൈനകൾ മിണ്ടാ